SIR എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കണ്ടില്ല, 99,000 അല്ലേ, 99,000 കണ്ണൂർ ജില്ലയിൽ മാത്രം വോട്ടുകൾ കൂടി എന്ന് പറയുന്ന ഒരു കാര്യം. SIR ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. തൃശ്ശൂരിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. കാരണം ഗോപാലകൃഷ്ണൻ്റെ കാശ്മീർ തിയറി ഉണ്ടാവണം, ഓർമ്മയിലുണ്ടാവണം. കാശ്മീർ തിയറി എന്താണ്? കാശ്മീരിൽ നിന്ന് ആളുകളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ കാശ്മീർ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളുണ്ടല്ലോ, 35 മണ്ഡലങ്ങൾ അവിടെ ബാക്കി മണ്ഡലങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നില്ല, അത് വിട്ടേക്കുന്നു. അവിടെയുള്ള വോട്ടർമാർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP പ്രവർത്തകരെ ആളുകളെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അത് ഫൈനൽ ലിസ്റ്റിലാണ് അത് വെളിപ്പെടുന്നത്. ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ പറയുക? ഫൈനൽ ലിസ്റ്റ് വന്ന ആളുകൾ അവർക്ക് വോട്ടിനുള്ള അവകാശമുണ്ട്. കോടതി എന്താ പറയുക? ഞങ്ങൾ ഇടപെടില്ല. അത് സാമാന്യമായിട്ട് അങ്ങനെ തന്നെ. ഇത് ഫൈനൽ ലിസ്റ്റാണ്. ഫൈനൽ ലിസ്റ്റിന് കോടതിയോ ഇലക്ഷൻ കമ്മീഷനോ ഇടപെടാൻ പോകുന്നില്ല. ഈ ഫൈനൽ ലിസ്റ്റിൽ ആരൊക്കെയാണ് കയറുന്നത് അത് കണ്ടെത്താൻ പോലും ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയാസമായിരിക്കും. കണ്ടെത്തിയാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ ഇവരുടെ ഇലക്ട്രൽ പ്രോസ്പെക്റ്റ് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ SIR-ൻ്റെ ഫൈനൽ ലിസ്റ്റ് ആയിരിക്കും. മാത്രമല്ല, ഇന്ന് വന്നൊരു വാർത്ത, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഉന്നയിക്കുന്ന അതേ ആരോപണമാണ്. അതായത് മുസ്ലിങ്ങളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം, ഫോം 7 കൊടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. നമ്മളിതിപ്പോൾ ആലപ്പുഴയിൽ സംഗതി ഉണ്ടായി. ഒരു ഭാഗത്ത് ഈ ഫോം 7 കൊടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുന്നു, മറുഭാഗത്ത് ഈ പറയുന്ന കാശ്മീർ തിയറി, ഗോപാലകൃഷ്ണൻ്റെ കാശ്മീർ തിയറി കേരളത്തിൽ വ്യാപകമായിട്ട് അപ്ലൈ ചെയ്യും. കാരണം അതും എഗൈൻ ഈ ഇവരുടെ എന്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ ലൈൻ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് ഒരു നിലക്കും വിജയിക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് പണിയെടുക്കുന്നത്? അവിടെയുള്ള വോട്ടർമാരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. വലിയ ചിലവുള്ള കാര്യമല്ലല്ലോ. ചേർത്തലയിലുള്ള അല്ലെങ്കിൽ പിന്നെ കരുനാഗപ്പള്ളിയിലുള്ള ആളുകൾ കായംകുളത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. കായംകുളം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. കരുനാഗപ്പള്ളി ചുമ്മാ വേസ്റ്റ് ആവുന്ന വോട്ട് എന്ത് ചെയ്യാം? കായംകുളത്ത് ഉപയോഗപ്രദമാക്കുക. അത് വാടക ചീട്ട് ഒപ്പിച്ചാൽ മതി. അവിടെ വാടക ചീട്ട് ഒപ്പിച്ചാൽ മതി. വാടക ചീട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് റിജക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇതാണ് കേരളത്തിലെ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രൽ ടാക്ടിക് എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ കോൺഗ്രസിനും CPM-നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ആ ഏരിയയിൽ അങ്ങേയറ്റം ഒട്ടുമേ ജാഗ്രത ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.